എന്താ ചെയ്യുന്നേ? അമ്മി അച്ഛൻ എവിടെ? കണ്ണന് പുതിയ സ്കൂളിലൊക്കെ പോണ്ടേ? അവിടെ കളിക്കാൻ എന്തൊക്കെയുണ്ടെന്നറിയോ? അച്ഛൻ പോയി കണ്ണന്റെ അഡ്മിഷനൊക്കെ ശരിയാക്കി ഇപ്പൊ വരും. അച്ഛൻ വന്നിട്ട് ദൈവമേ വരാറായല്ലോ. മോള് നല്ല കുട്ടിയെ ഇവിടെ ഇരുന്ന് കളിച്ചോളണം. അമ്മ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. നിന്റെ അച്ഛന് വിശന്നാ പിന്നെ കണ്ണ് കാണില്ല. ബെഗനാ, തനി ബെഗൻ. രണ്ട് ലോഡ് സ്റ്റവും വെച്ച് എന്ത് ചെയ്യും ഞാൻ? യൂണിഫോം ഇട്ട് ആ പോലീസ് ജീപ്പിൽ ഒന്ന് അവിടെ വരെ പോയാ മതി. അപ്പൊ ആ ഗ്യാസ് ഏജൻസിക്കാര് സിലിണ്ടർ എടുത്ത് ജീപ്പിൽ വെക്കും. ചെയ്യില്ലല്ലോ. അധികാര ദുർവിനിയോഗാത്രേ. ആരാണോ ഇങ്ങനെ വായിക്കൊള്ളാത്ത വാക്കൊക്കെ കണ്ടുപിടിച്ചത്? നിന്റെ അച്ഛൻ. എത്തിയോ? കൊള്ളാലോ. വന്നിറങ്ങി ബോർഡ് തൂക്കി പറഞ്ഞ കിട്ടിയില്ലോ 5-6 രോഗികളെ. ഇവിടെ ഒന്നും നല്ല ഡോക്ടേഴ്സ് ഇല്ലാന്ന് തോന്നുന്നു. അതെ, ഇപ്പൊ ആൾക്കാർക്കൊക്കെ ഹോമിയോപ്പതിയിൽ നല്ല വിശ്വാസം. അതിവിടെ പറഞ്ഞിട്ട് എന്താ കാര്യം? മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലല്ലോ. എന്താ? എടോ, അതുകൊണ്ടല്ല. താൻ കൊടുക്കുന്ന മരുന്ന് കഴിച്ചിട്ട് ഇന്ന് വരെ ഒരു രോഗിയും രക്ഷപ്പെട്ടായിട്ട് എന്റെ അറിവിലില്ല. സാറേ, ഹോമിയോപ്പതി എന്ന് പറഞ്ഞ ലോങ് ടേം ട്രീറ്റ്മെന്റാ. അസുഖം വേരോടെ പറിച്ചെടുക്കാൻ സമയെടുക്കും. ഇതുവരെ എനിക്കതിന് ഭാഗ്യം ഉണ്ടായിട്ടില്ല. എവിടെയെങ്കിലും ചെന്ന് 5-6 പേഷ്യൻസിനെയും കിട്ടി അവർക്ക് ആദ്യത്തെ ഡോസ് മരുന്ന് കൊടുക്കും. അപ്പോഴേക്ക് ഇയാൾക്ക് സ്ഥലം മാറ്റോ സസ്പെൻഷനോ ആവും. പിന്നെ എല്ലാം കെട്ടിപ്പെറുക്കി അടുത്തടുത്തേക്ക്. ഇവിടെയെങ്കിലും ഒന്ന് ഉറച്ചാ മതിയായിരുന്നു. വന്നിറങ്ങിയ ലക്ഷണം കണ്ടിട്ട് ഇവിടെയും തദൈവ. ഇല്ലടോ, ഇവിടെ ഒരു കുഴപ്പമുണ്ടാവൂല. നാട്ടുകാരെ മുഴുവൻ താൻ തന്റെ പഞ്ചാര ഗുളിക കൊടുത്ത് ഒരു വഴിക്കാക്കിക്കോ. പിന്നെ ഒരാഴ്ചയായി സാധനങ്ങൾ ഷിഫ്റ്റിങ്ങും എടുത്തു വെക്കലും ഒക്കെ ആയിട്ട്. അപ്പൊ എങ്ങനെയാ? എന്ത്? ആരാ നിങ്ങളൊക്കെ? സാമ്പാർ കുറച്ചും കൂടി ക്ഷമിച്ചി. ഇല്ല വേണ്ട, ഞാൻ തന്നെ എടുക്കാം. ഓക്കെ. അല്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാം. ഇരിക്കെ. എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടേ? വേണ്ടത് എന്താന്ന് പറഞ്ഞാ തരുവോ മാഷേ? എടാ, ഇതാടാ ഇഡ്ലി സാമ്പാറും. നമ്മുടെ ചായക്കടക്കാരൻ കേശവനുണ്ടല്ലോ, ആ തെണ്ടിയോട് പോയി പറയണം ഇവിടെ വന്ന് ഈ അമ്മച്ചിക്ക് ശിക്ഷപ്പെടാം. അത് ശരിയാ. ദൈവത്തെ ഓർത്തൊന്ന് പറ. ആരാ നിങ്ങളൊക്കെ? എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? നാക്കി നെരി പോകുന്നതിന് മുമ്പ് ചൂട് ചായ ഒരു പുകയും ഒടുക്കത്തെ ഫീലിംഗ് ആ മോളെ. എല്ലാം കൂടി കുറെ ലോഡടിക്കേണ്ടി വരും. അല്ലടാ സോമു? പിന്നെ അങ്ങനെ അങ്ങ് ഒതുക്കി മാറ്റാൻ പറ്റുമോ? ടെൻഷൻ വേണ്ട മാഷേ. ഇന്ന് വൈകുന്നേരം ആവുമ്പോഴേക്കും ഈ സാധനങ്ങളൊക്കെ മാറ്റി ഈ വീട് ഞങ്ങൾ അങ്ങ് കാലിയാക്കി തരാം. കാലിയാക്കാനോ? എന്താ ഈ പറയുന്നേ? എന്തിനാ ഇതൊക്കെ ഇവിടുത്തെ അടുത്ത് മാറ്റുന്നേ? എന്താ മാഷേ ഇത്? വിറ്റ വീട്ടിൽ ഈ സാധനങ്ങൾ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാനൊക്കോ? വിറ്റ വീടോ?
എന്റെ വീട് ഞാൻ ആർക്കും വിറ്റിട്ടില്ലല്ലോ. ഈ ദേവരാജന്മാരുടെ ഓരോ തമാശകള്. അങ്ങനെ ഓരോ വസ്തുക്കൾ വാങ്ങും, പക്ഷെ വിൽക്കുന്നവരെ അറിയാല. ഇത് തന്നെയാ നമ്മുടെ ഹസൻ കോയക്കും പറ്റിയത്. അയാളുടെ ഹോട്ടലിൽ മുതലാളി വാങ്ങി, പക്ഷേ ഞങ്ങൾ പറഞ്ഞപ്പോഴേ അയാളത് അറിയുന്നത്. അയാളുടെ മോനടുത്തുണ്ടായിരുന്നു. ആ പന്തിക്ക് വാശി ഒഴിഞ്ഞു തരാൻ പറ്റിയല്ലാന്ന്. പിന്നെ ഞങ്ങൾ അവനെ അങ്ങോട്ട് ഉറക്കി. ആഹാ, അപ്പൊ അതാണ് കാര്യമല്ലേ. നാള് കുറയായി നിന്റെ ഈ ദേവരാജന്റെ പിണിയാളുകൾ എന്റെ തറവാടിന്റെ കോലായിൽ കയറി ഇറങ്ങുന്നു. അയാൾക്ക് ഇവിടെ സായിപ്പന്മാരെ കുളിപ്പിക്കുന്ന റിസോർട്ട് തുടങ്ങണം പോലും. പട്ടിണിയും പരിവട്ടമുണ്ട്. പക്ഷേ എന്റെ പരദേവതയുടെ കടാക്ഷമുള്ള ഈ മണ്ണ് ഒരു കള്ളുഷാപ്പുകാരന് ഞാൻ തീരെഴുതി കൊടുക്കില്ല. വെറുതെ ആംബിയർ കൂട്ടി തടി ബെടക്കാക്കാൻ നോക്കണ്ട. നിന്റെ ഈ വീടും പറമ്പും തീരെഴുതിയ പ്രമാണമായത്. പിടിക്ക്. മുതലാളിക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട്, യശോധരൻ. അയാളുടെ പേർക്കാ തീരെഴുതി കൊടുക്കണ്ടേ. വെറുതെ അല്ലടോ, 10 ലക്ഷം രൂപ തന്റെ അണ്ണാകിലോട്ട് കുത്തി കയറി തരും അഡ്വാൻസ്. ഇത് വാങ്ങിച്ച് മര്യാദക്ക് രജിസ്റ്റർ ഓഫീസിൽ വന്ന് ഒപ്പിട്ട് തന്നോ. ഭീഷണിയാണോ? കടക്കട എന്റെ പടിക്ക് പുറത്ത്. ഹലോ ഹലോ സാർ, എന്റെ വീട് കുറെ പേർ ചേർന്ന് ആക്രമിക്കുന്നു. അതെ, പെട്ടെന്ന് എത്തണം സാർ. അഡ്രസ് പത്മനാഭൻ, കോയിക്കര. ആ അതെ. ഓ ഓ അറിയിക്കേണ്ടവരെയൊക്കെ വിവരം അറിയിച്ചല്ലോ. ആ, അപ്പൊ നമുക്കിനി കളി തുടങ്ങാം. അവിടെ എന്താ എന്താ ഇത്? എന്തു പറ്റി? ആരാടാ നീ? എന്താടാ ഇത്? വിട്ടുപിടി സാറേ, അത്രത്ത് കിണ്ടി കളിക്കല്ലേ. വേണ്ട സാർ, ഞാൻ പറയുന്ന കേൾക്ക്. ഇത് മുതലാളിയുടെ സെറ്റപ്പാ, നമ്മൾ ഇതിൽ ഇടപെടണ്ട. ഒന്ന് വിടണോ എന്നെ? എടാ, ഇത്രയും വലിയ തന്തയിലായ്മ നോക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റുള്ളൂ ഒരു പോലീസുകാരന്? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി സാറിന്റെ ഇഷ്ടം. അറിയാവല്ലോ നമ്മുടെ പി സി റഹ്മാന്റെ കേസ്. ഇപ്പൊ കുടുംബം തെരുവില. കുഞ്ഞുകുട്ടി പരാതിയുള്ള ആൾക്കാരാ നമ്മളൊക്കെ. വെറുതെ മുതലാളിയായിട്ട് ഇടഞ്ഞോണ്ടൊരു ഇടപാട് വേണേ അയക്കും, പക്ഷെ എന്നെ വിട്ടേരും. ദൈവത്തെ ഓർത്ത് ഞങ്ങളെ രക്ഷിക്കണം. നിങ്ങൾക്കും ഇല്ലേ കുടുംബവും കുട്ടികളും ഒക്കെ സാർ? അതൊക്കെ ഉള്ളതുകൊണ്ടാ മാഷെ ഞങ്ങൾ പോകുന്നത്. വെറുതെ സംഗതി വഷളാക്കാതെ അവര് പറയുന്നത് എന്താണെന്ന് വെച്ചാ ചെയ്യ്. തീറാധാരൻ രജിസ്റ്ററാക്കി കൊടുത്തപ്പോ അവരെന്നെ ഏൽപ്പിച്ച തുകയായത്. എത്രയുണ്ട്? 10 ലക്ഷം. 6 ലക്ഷത്തിന്റെ ഡിഡിയും ബാക്കി കാശും. അതിൽ 50,000 രൂപ അവന്മാരെടുത്തു. സ്വന്തമെന്ന് പറയാൻ ആ കൂടെ ഉണ്ടായിരുന്ന മുതല. കാരണം അവന്മാര് കൈമാറി തന്ന സുഹൃതം അതും കൈവിട്ടു പോയല്ലോ എന്ന് ഓർക്കുമ്പോ. ഏതായാലും ദേവരാജൻ മുതലാളി ഇങ്ങനെ ഒരു അക്രമം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മുതലാളിക്ക് റിസോർട്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇയാളുടെ വീട് തന്നെ വേണമെന്നുണ്ടോ?
അതും ഏതോ യശോധരന്റെ പേരിൽ തീര് നടത്തിയിട്ട്. അതുകൊണ്ട് സാറേ, നമുക്ക് വിശദമായിട്ടൊന്ന് അന്വേഷിച്ചിട്ട് വന്ന് മാഷ് ചായ കുടിക്കും. മാഷ് ഫോൺ ചെയ്തപ്പോ ഇവിടുന്ന് വന്നത് ഹെഡ് കോൺസ്റ്റബിൾ സുകുമാരൻ നായരും കോൺസ്റ്റബിൾ വർഗീസുമാണെന്ന് ഉറപ്പല്ലേ? അതെ. അതിന് സുകുമാരൻ നായർ ഇവിടെ വന്നിട്ടേ ഇല്ലല്ലോ. അയാളിന്ന് ലീവാ സാറേ. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് കാര്യങ്ങളൊക്കെ വിശദമായിട്ടൊന്ന് വർഗീസ്, സർ. വർഗീസ് ഇദ്ദേഹത്തെ അറിയോ? ഏയ് ഇല്ല സാർ. മുമ്പ് കണ്ടിട്ടേ ഇല്ല? എന്തോ പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്നില്ല സാർ. മാഷ് ഇന്ന് ഇവിടെ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ ആരോ ചിലർ കയറി പ്രശ്നം ഉണ്ടാക്കിയപ്പോ മാഷ് എനിക്ക് എന്ന പരാതിയിൽ എഴുതിയിരിക്കുന്നത് വർഗീസും സുകുമാരൻ നായരും കൂടി അവിടെ ചെന്നിരുന്നു എന്നാ. ശരിയാണോ? അയ്യോ ഇല്ല സാർ, സുകുമാരൻ സാറിന്ന് ലീവാ. ഞാനാണെ നമ്മുടെ ആ രാമൻ വൈദ്യരുടെ ആക്സിഡന്റ് കേസ് അവിടം വരെ ഒന്ന് പോയി വൈദ്യരുടെ മൊഴിയെടുക്കാനേ. അല്ലാതെ ഇങ്ങേര് പറയുന്ന പോലെ ഇവിടെ ആരും വിളിച്ചിട്ടുമില്ല, ഞാനൊട്ട് അങ്ങോട്ട് പോയിട്ടുമില്ല. അയ്യോ, ഞാൻ പറയുന്നത് വിശ്വസിക്കണം സാർ. സത്യം മാത്രമേ ഞാൻ ബോധിപ്പിച്ചിട്ടുള്ളൂ. ഇയാൾ എന്തോ പറഞ്ഞേ? ഇവിടുത്തെ പോലീസ് എല്ലാം കൂടി ഇയാൾക്കിട്ട് പണി തന്ന ഒരുമാതിരി മറ്റേടത്ത. ഒരു മിനിറ്റ് സർ. എന്താ സാർ? അതായത് ഈ പരാതി പറയാൻ വരുന്ന പാവങ്ങളോട് മാന്യമായിട്ട് പെരുമാറിയില്ലെങ്കിൽ നിന്റെ ഈ ചീർത്ത ശരീരത്തിൽ കയറി ഞാൻ അങ്ങോട്ട് മേയും കിട്ടണോ കോപ്പേ? അപ്പൊ പറഞ്ഞു അതാ നല്ലത്. മാഷുവാ, മാഷി വസ്തു എഴുതി കൊടുത്തു എന്ന് പറഞ്ഞ യശോധരനെ മുമ്പ് കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ഇല്ല. നമുക്കൊന്ന് അവിടം വരെ പോവാം മാഷേ. മാഷിന്റെ ഈ തറവാട്ടിലേക്ക്. അപ്പൊ അങ്ങനെ ചെയ്യാം അല്ലേ? അതാണ് റഷീദ്,